ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദോശ കഴിക്കാൻ വന്നതാണേ ഇവിടെ ഒരു കടയിൽ. അപ്പോൾ എനിക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ തന്നെ അങ്ങിരുന്നു. എനിക്കുള്ള ദോശ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ഹോക്കറിൽ കുറച്ച് നടക്കാം, പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഹോക്കറിൽ അവിടെ ചെന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിലും എനിക്ക് പാടാണ് കേട്ടോ, കൈയൊക്കെ ഭയങ്കര വേദനയാണ്, പുറമൊക്കെ വേദന എടുക്കും. വോക്കറിൽ നടക്കാൻ ഹാഫ് വെയിറ്റ് കൊടുത്താണ് ഒരു കാലിൽ നടക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. വോക്കർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നടക്കാനങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇരിക്കുക. എനിക്കിങ്ങനെ കാല് ഇതേപോലെ നീട്ടി വെച്ചിട്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ എൻ്റെ ദോശ വന്നിട്ടുണ്ട്. ഇത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ദോശയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ല മുറുമുറാന്നിരിക്കുന്ന ഒരു ദോശ കേട്ടോ. ചമ്മന്തിയും കൂട്ടി കഴിച്ചു നോക്കാം. വെറും ദോശയല്ല, മസാല ദോശ. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ദോശയായത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ദോശയായത്, വളരെ ഫേമസ് ആയി കട. ഇപ്പം മസാല ദോശയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയല്ലേ. ഇതിൻ്റെ മസാല എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. പിന്നെ ഈ ദോശയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് അതിൻ്റെ കൂടെ സാമ്പാർ, വേറെ പലതരം ചമ്മന്തി ഒന്നുമില്ല, ഒറ്റ ചമ്മന്തി മാത്രമേ ഉള്ളൂ, വെള്ള ചമ്മന്തി. അടിപൊളി. അപ്പോൾ നേരത്തെ നോർമൽ മസാല ദോശയായിരുന്നെങ്കിൽ ഞാൻ ഇനി അടുത്തൊരു ഐറ്റം കൂടെ ഒന്ന് കഴിക്കുവാണേ. ഇത് പൊടി മസാല ദോശ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ 2 ടൈപ്പ് മസാല ദോശ നമ്മൾ ഇവിടുന്ന് കഴിച്ചു. ഒന്ന് നോർമൽ മസാല ദോശ, 2 പൊടി മസാല ദോശ. പൊടി മസാല ദോശ കുറച്ചുകൂടെ എരിയുള്ളതാണ്, കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. എന്ന് വെച്ചാൽ മറ്റേത് മോശമൊന്നുമില്ല കേട്ടോ, രണ്ടും ഒരേപോലെ നല്ലതാണ്. ഈ ദോശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, പ്യുവർ നെയ്യിൽ. നെയ്യുടെ ടേസ്റ്റാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കപ്പലണ്ടി മുട്ടായി ഉണ്ട്, അപ്പോൾ അതൊന്നും പൊട്ടിച്ച് കഴിക്കാം. എനിക്ക് കപ്പലണ്ടി മുട്ടായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറയാനാണെങ്കിൽ എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇന്നതൊന്നും പറയാനായിട്ടില്ല. വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കപ്പലണ്ടി മുട്ടായി. തിരിച്ചു പോകുന്ന വഴിക്കൊരു കരിമ്പിൻ ജ്യൂസ് കഴിച്ചു. കരിമ്പിൻ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് നാളായി ഞാൻ കരിമ്പിൻ ജ്യൂസ് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നിങ്ങനെയൊക്കെ വളരെ നല്ല സന്തോഷമായിട്ട് ഒരുപാട് നാളിന് ശേഷം പുറത്തൊക്കെ പോയി നല്ല ഹാപ്പി ആയിട്ടിരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫിസിയോതെറാപ്പി ഡോക്ടറെ അടുത്തോട്ട് പോവുക. ഇന്നലെ ഒരു 3 ദിവസമായി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ.